يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى. നിങ്ങളുടെ നന്മകൾ പറഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങൾ അതിന്റെ നന്മകളൊന്നും നഷ്ടപ്പെടുത്തരുത്. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ, മൂന്ന് വിഭാഗക്കാർ, ലാ യൻളുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യുതഹിറുഹും. അവരെ അല്ലാഹു നോക്കുകയില്ല, അവരെ അല്ലാഹു കടാക്ഷിക്കുകയില്ല, അവരെ അല്ലാഹു പരിശുദ്ധിപ്പെടുത്തുകയില്ല തന്നെ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൂന്ന് വിഭാഗം ആളുകളാണത്. അതിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ മുസ്ബിലൂ, കണങ്കാലിന് താഴെ വസ്ത്രം അഴിച്ചു കെട്ടുന്നവരെ, കണങ്കാലിന് താഴെ പാൻറിട്ട് നടക്കുന്ന യുവാക്കളെ, ചെറുപ്പക്കാരാ, നാളെ അല്ലാഹു നിന്നെ കാണുകയില്ല മോനെ, അല്ലാഹു നിന്നെ സഹായിക്കില്ല മോനെ. അവന്റെ കരുണയുടെ നോട്ടം നീ പ്രതീക്ഷിക്കുകയേ വേണ്ട. കണങ്കാലിന് താഴെ വസ്ത്രം വലിച്ചടിച്ച് നടക്കുന്നവനെ അല്ലാഹ് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, അവന്റെ നിസ്കാരം സ്വീകരിയില്ലല്ലോ. എങ്ങനെ സ്വീകരിക്കപ്പെടും? കണങ്കാലിന് താഴെ വസ്ത്രം കുറച്ച് മുകളിലോട്ട് കെട്ടിയാൽ മതി, കുറച്ച് മുകളിലോട്ട് കെട്ടിയാൽ മതി. ഇപ്പൊ പെണ്ണുങ്ങളുടെ ശൈലിയായി മാറി, മുകളിലോട്ട് കെട്ടി ഇവിടം വരെ എന്ന് പറയും, ഇവിടെ പകുതി വരെ. നേരത്തെ നബിതങ്ങൾ പറഞ്ഞതൊക്കെയാണ് പണ്ടത്തെ ശൈലികളാണ് ഇപ്പൊ എല്ലാം ഫാഷനായിട്ട് വരുന്നത് ആണ്. അതൊക്കെ ഉദാഹരണമൊക്കെ ഒരുപാടുണ്ട്, പറയുന്നില്ല. പണ്ടൊക്കെ സ്കൂട്ടർ, നമ്മൾ ബജാജിന്റെ ഒരു സ്കൂട്ടർ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ആ സ്കൂട്ടർ കുറച്ച് ആൾട്രേഷനൊക്കെ ചെയ്ത് ആക്റ്റീവ എന്ന പേരിൽ ആക്റ്റീവായിട്ട് ഇപ്പൊ ഇഷ്ടം പോലെ രംഗത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. മൊത്തം തന്നെയാണ്. പണ്ടത്തെ സ്കൂട്ടറാണ് സംഭവം. സോപാനൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കും. പണ്ടൊക്കെ നമ്മുടെ അറയും പുറയും നിലയൊക്കെ ഉള്ളിടത്തൊക്കെ ഈ സോപാനൊക്കെ വെച്ച്, ഇപ്പൊ ഈ സിമെന്റിലൊക്കെ സോപാനം വെച്ച് ഇപ്പൊ പഴയതുപോലെ തന്നെയാണ്. പണ്ട് നമ്മൾ വള്ളിനിക്കട്ട് കൂളി പോയ ചരിത്രമുണ്ട്. ഞാനൊക്കെ പണ്ട് പഠിക്കാൻ പോയപ്പോൾ അങ്ങനെ വള്ളിക്കറിട്ടുണ്ട് പോയതാ. ആരും കളിയാക്കാനുമില്ല, നാണക്കേടും ഒന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്ന് അത് മാറിയിട്ട് അണ്ടർവെയറായി ചെറുപ്പക്കാർ. അതിന് നാടൻ ഭാഷ അണ്ടർവെയർ, മാന്യമായിട്ട് സംസാരിക്കുക. എന്താ? ബർമൂഡ. അതന്നെ, അങ്ങനെ പറ. കുറച്ചുകൂടെ ലോപിച്ച് പാശ്ചാത്യൻ ശൈലിയിൽ പറയുമ്പോ ബർമൂഡായി. ഇന്ന് അതിട്ടുണ്ടല്ലോ നടക്കുന്ന ചെറുപ്പക്കാർ. ഇതിലൂടെ നടന്നു പോയിക്കാൻ നോക്കണം. ടെക്നോ പാർക്കിന്റെ ഫ്രണ്ടിൽ, കിംഫ്രയുടെ ഫ്രണ്ടിലൂടെ നടന്നു പോയിക്കേ കാണാം. ഈ സാധനം ഇട്ടുണ്ടല്ലേ. പണ്ട് നമ്മുടെ വാപ്പ ഈ സാധനം എടുത്തോണ്ടാണ് റബ്ബർ തടി കച്ചവടത്തിൽ വരുമ്പോ അവരേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നെ മുണ്ടും ഇങ്ങനെ മടക്കി കെട്ടുമ്പോ ആ അണ്ടർവെയർ താഴോട്ട് നീണ്ടു കിടക്കും. അതിന് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൊക്കിയ പൈസ ഒക്കെ ഇങ്ങനെ എടുക്കുന്ന റാഹത്തായിട്ട്. അതിന്റെ പേര് ഇന്ന് ലോപിച്ചു വന്നു, ബർമൂഡ അല്ലേ. പണ്ടത്തെ കാലം തിരിച്ചു വരുന്നില്ലേ? അത് പോട്ടെ, നീ നിന്റെ മാർക്കറ്റിൽ നീ കൊണ്ടുപോ, പള്ളിയിൽ കൊണ്ടുവരാതെ. അത് പള്ളിയിൽ കയറ്റിക്കൊണ്ടുവരല്ലേ ബർമൂഡ ഇട്ടിട്ട്. ബർമൂഡ രാത്രി കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബർമൂഡ ഇട്ടിട്ട് പള്ളിയിൽ കൊണ്ടുവന്ന് അവൻ സുജൂദ് ചെയ്ത അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അവന്റെ മുട്ടിൽ നിന്ന് മുകളിലേക്ക് അതിങ്ങനെ കയറി വരികയാണ്. അവന്റെ ഔറത്ത് തുറന്നു പോകുന്നു. സംസ്കാരം ബാത്തിലായി പോയില്ലേ? മനസ്സിലാക്കാത്തത് അവന് വസ്ത്രം ഇല്ലാത്തതുകൊണ്ടാ. ബർമൂഡ ഇട്ടിട്ട് പള്ളിയിൽ വരുന്നവൻ ഉടനെ അവനെ പിടിച്ചിരുത്തിട്ട് ആ ഒക്കത്തിൽ ഉസ്താദ് എന്ത് ചെയ്യണം? ഒരു ബക്കറ്റ് എടുക്കണം, ഇവനൊരു മുണ്ട് മേടിച്ചു കൊടുക്കാൻ. എല്ലാവരും ചില്ലറ പൈസ ഒരു മുണ്ട് വെച്ചു കൊടുക്കാൻ. കാരണം ഇവ അണ്ടർവെയർ ഇട്ടുകൊണ്ട് പള്ളി വരുന്നവനാണ്. അതുകൊണ്ട് ഈ ഔറത്ത് മറയ്ക്കാൻ വേണ്ടി ഒരു മുണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വാങ്ങി കൊടുക്കണം. എല്ലാവരും ഒന്ന് സഹായിക്കും. എല്ലാവരും 30 രൂപ ഇടും. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മുണ്ട് കിട്ടും. ഒരു മേടിച്ചു കൊടു, അവിടെ വെച്ച് തന്നെ. നാണം കെട്ട സംസ്കാരമല്ലേ, തിരിഞ്ഞു വരികയല്ലേ കാലം. സൂക്ഷിക്കി. അതൊക്കെ പാശ്ചാത്യന്മാരുടെ ശൈലികളാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പിഴുതെറിയണം, വലിച്ചെറിയണം. ചെറുപ്പക്കാരൊക്കെ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മാർഗത്തിലേക്ക് വാ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുസ്ബിലു, വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവനെ അല്ലാഹു നാളെ സഹായിക്കുകയില്ല, അല്ലാഹു അവനെ നാളെ പരിശുദ്ധിപ്പെടുത്തുകയുമില്ല. 2 അവൽ മന്നാൻ, നന്മകൾ എടുത്തു പറയുന്നവനും മറ്റൊരാളെ കാണിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവനെയും അല്ലാഹു നാളെ സംസ്കരിക്കുകയില്ല. 3 വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവട ചരക്കുകൾ വിറ്റഴിക്കുന്ന കച്ചവടക്കാരാ, നാളെ അല്ലാഹുവിന്റെ സഹായം ആഖിറത്തിൽ നീ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇബാദത്ത് ചെയ്യും, കച്ചവടത്തിന്റെ സാധനം വരുമ്പോ എല്ലാം കള്ളം. അല്ലാഹു സത്യം, ഇത് ചുമ്മാ സൂപ്പർ തടിയല്ലേ, നല്ല സാധനമല്ലേ. പോടൊക്കെ മറ്റേ മെഷീനൊക്കെ വെച്ച് സാധനമൊക്കെ വെച്ച് അടച്ച് പൊടിച്ച് ആ പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് കയറ്റി കളറൊക്കെ അടിച്ചിട്ട് നോക്കുമ്പോഴത്തെ എന്നെ പോലെ സാധാ സീതാ മനുഷ്യൻ നോക്കുമ്പോൾ നല്ല കാതലാന്നല്ലോ ആചാര്യ. അൽഹംദുലില്ലാഹ്, അതിൽ ഉസ്താദ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ കാതലാന്ന്. കയറ്റിക്കോ, വണ്ടി കെട്ടിക്കോ, യാ അല്ലാഹ്.
കാതല കയറി വീട്ടിൽ കൊണ്ട് ഇറക്കുമ്പോൾ മൊത്തം പൂഴി പോലെ ഇരിക്കും സംഭവം, എല്ലാം മുറിഞ്ഞ് പൊങ്ങ് പോലെ. പിന്നെ ആചാര്യ വിളിക്കാൻ പറ്റുമോ? ഉസ്താദ് നമ്മൾ നിയമം പഠിച്ചിട്ടില്ലേ, നോക്കി ഖിയാറാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലേ എടുക്കാവൂ. നമുക്കിതുമല്ല, നമ്മൾ അകത്ത് കയറി നോക്കിയിട്ടൊന്നുമില്ലല്ലോ ഉസ്താദെ. നമുക്ക് മസാല പഠിപ്പിക്കും ഇങ്ങോട്ട്, മാർപ്പാപ്പായ ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ. നമുക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഹക്ക് ഹക്കായിട്ട് പറഞ്ഞ് കച്ചവടം ചെയ്തില്ലെങ്കിൽ എൻ്റെ പൊന്ന് കാക്കന്മാരെ നാളെ ആഖിറത്തെ അല്ലാഹ് നിങ്ങളെ നോക്കേ ഇല്ല. ഏയ് അവന്റെ ഇബാദത്തൊന്നും എനിക്കുണ്ട്. ലാ യൻളുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യുതഹിറുഹും. അല്ലാഹു നോക്കേ സഹായിക്കേ ഇല്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കള്ളസത്യം ചെയ്ത് ആണയിടേ വേണ്ട, കള്ളസത്യം ചെയ്ത് കച്ചവടം ചെയ്യേ വേണ്ട. അപ്പൊ ഇതിൽ നമ്മുടെ വിഷയം ഏതാ? വൽ മന്നാൻ, എടുത്തു പറയാ, ചെയ്തത് എടുത്തു പറയാ, എടുത്തു പറയാ. അങ്ങനെ എടുത്തു പറഞ്ഞാൽ എന്താവും? അവർക്ക് നരകമാണ്. അറായിതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون الذين هم يراءون. കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരെ, കാണിക്കാൻ വേണ്ടി ഇബാദത്ത് എടുക്കുന്നവരെ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കർമ്മനിരതരാകുന്ന സഹോദര സഹോദരി, നാശം നാശം, ഖേദം ഖേദം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതും ഒരു ശിർക്ക് തന്നെ, ശിർക്ക് തന്നെ. അത് ശിർക്ക്.